ഹായ് എവരിവൺ. ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളായ ഒരു കാര്യമാണ്. ഒരു വെക്റ്റർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ വൈറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ഒരു ആഷ് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാമ്പിൾ കളേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഫ്ലവറിന് വേണ്ടിയുള്ള കളേഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്കായി വരുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഈ റെക്റ്റാങ്കുലറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോളിഗൺ ടൂൾ എടുക്കുക. പോളിഗൺ ടൂൾ എടുത്ത ശേഷം ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സൈഡ് കാണിക്കും. ഇവിടെ 5 സൈഡ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര ഇതളുകളാണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ എത്ര സൈഡ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സെയിം ഗ്രേ കളറാണ് വന്നിരിക്കുന്നത്. ആ കളർ ഞാൻ മാറ്റി എന്ത് ചെയ്യുന്നു, വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഐ ഡ്രോപ്പർ എടുക്കുന്നു. ഈ സാമ്പിൾ കളറെ വൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇതോടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓരോ കോപ്പികൾ പോകണം. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, സ്കെയിൽ, ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് കോർണറിൽ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം. അതിലും എളുപ്പം ഇതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിൻ്റെ യൂണിഫോമായിട്ട് നമുക്ക്, അതായത് ഒരേ രീതിയിൽ തന്നെ സെൻറ്ററിലേക്ക് സ്കെയിൽ ചെയ്ത് പോവുകയാണ്, വലിപ്പം കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഈ കോർണറിലായിരിക്കും ഇവിടെ ഒന്ന് മുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറുതാകുന്നതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. എത്രമാത്രം ചെറുതാകുന്നു എന്നുള്ള ഒരു പ്രിവ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. പ്രിവ്യൂ ഓണാക്കിയിട്ടാലേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 70% കൊടുക്കുന്നു. കൊടുത്ത ശേഷം കോപ്പിയെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡ്രോപ്പർ എടുക്കുന്നു, പിക്ക് ചെയ്യുന്ന രണ്ടാമത്തെ കളർ കൊടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ തന്നെ ട്രാൻസ്ഫോം, സ്കെയിൽ, ഇനി കൊടുക്കാൻ നേരം 70നേക്കാളും കുറച്ച് കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 55 കൊടുക്കുകയാണ്. എന്നിട്ട് കോപ്പിയെ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ കളർ എന്ത് ചെയ്യുന്നു, ഈ മൂന്നാമത്തെ കളർ കൊടുക്കുക. അതിനുശേഷം അതേ രീതിയിൽ തന്നെ ബാക്കിലോട്ട് റിപ്പീറ്റ് ആവണമെങ്കിൽ Ctrl+D കൊടുത്താലും മതിയാകും. അപ്പോൾ Ctrl+D കൊടുക്കുമ്പോൾ ഞാൻ ഒരു വട്ടം ബാക്ക് അടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു റെഡ് കളർ കൊടുക്കുക. അതിനുശേഷം Ctrl+D കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, മറ്റേ കളർ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 5 എണ്ണമായിട്ടുണ്ട്. 5 കളർ ഞാനിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിഫറൻസ് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ 70 കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് സ്കെയിൽ ചെയ്താക്കാൻ നേരം 65. കാര്യം ഇവിടെ കുറച്ചുകൂടെ അകത്തേക്ക് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ ഫുള്ള് സെലക്ഷൻ ചെയ്യുക. എഫക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രോക്റ്റ് ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് പക്കർ ആൻഡ് ബ്ലോട്ട് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു എഫക്റ്റ് ആകണമെന്ന് ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ബ്ലോട്ട് ആകേണ്ട പെർസെൻറ്റേജാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിങ്ങനെ കൂട്ടി കൊടുക്കും തോറും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് നിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് 10%, അതായത് ഈ ഡോക്യുമെൻറ്റ് ചെറുതാണെങ്കിൽ 10% കൊടുത്താൽ മതിയാകും. ഡോക്യുമെൻറ്റ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും, വലുതാണെങ്കിൽ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് എന്തൊരു ഫ്ലവർ ഷേപ്പ് വരുന്ന രീതിക്കനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. കുറച്ചുകൂടെ കൊടുത്തേക്കാം. ഓക്കെ, 100% കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്ത ശേഷം സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അതിനുശേഷം ഈ ഒരു എഫക്റ്റ് വരാൻ നേരം ഇവിടെ നമുക്ക് ഈ ലെയർ 2, മറ്റേ ലെയർ 1 ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഡോക്യുമെൻറ്റ് കളറുമുള്ളതാണ്. ലെയർ 2വിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോളിഗൺ എല്ലാം കാണാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് എക്സ്പാൻഡ് അപ്പിയറൻസ് കൊടുത്തൊന്ന് പൊട്ടിക്കണം. എന്നാലേ ആ ഒരു എഫക്റ്റ് ഒന്ന് പൊട്ടത്തുള്ളൂ. ആ എഫക്റ്റ് പൊട്ടുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എനിക്ക് ഒരു എഫക്റ്റ് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം ഈ ഒരു ഇതൾ എന്ത് ചെയ്യണം, എനിക്കൊന്ന് വലുതാക്കേണ്ടി വരും. അതിന് വേണ്ടിയാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇതളിനെ വലുതാക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഫുള്ള് സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ ചെയ്തിട്ട് ആഡ് ആങ്കർ പോയിൻ്റ് എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഓരോ പോയിന്റിലും ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ആഡാകുകയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് പാത്തിൽ സെഗ്മെൻ്റ് ആകത്തില്ല. ഇവിടെ എന്ത് ആഡ് ചെയ്ത് വിടുക. അതിനുശേഷം ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് ഞാൻ സെലക്ഷൻ ചെയ്യാൻ നേരം ആ പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പോയിൻറ്റുകളും. അപ്പോൾ അതവിടെ കിടക്കട്ടെ, അതെന്തിനാണെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ സെലക്ഷൻ ചെയ്യുന്നു. ഫുള്ള് സെലക്ഷൻ ചെയ്തിട്ട് ബ്ലെൻഡ് നമുക്ക് ചെയ്യാം. ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ആവുന്നതായിട്ട് കാണാം. ആ ഒരു
ഫ്ലവർ തന്നെ. ഇനിയാണ് മറ്റേ ഒരു കാര്യം വരുന്നത്. ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുന്നു, ഈ പോയിന്റിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആ ഫ്ലവറിൻ്റെ വലിപ്പം എന്ത് ചെയ്യാം, ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ വരും. ഹാൻഡിൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവർ റെഡിയാക്കി കൊടുക്കാം. കുറച്ചുകൂടെ എന്ത് ചെയ്യാം, മറ്റേ രീതിയിലുള്ള സാധാരണ പെറ്റൽസ് വരാൻ നേരം നമുക്കറിയാവുന്നതാണ്. ആ പെറ്റൽസിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരും അല്ലേ, അതിൻ്റെ ഇതളുകൾ. അതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ റഫായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിപ്പം കുറച്ചും വലിപ്പം കൂട്ടിയും ഒക്കെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ ഇതിനകത്ത്. ഇതിനെ സെലക്ഷൻ ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും കോപ്പി എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കോപ്പിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് എല്ലാ സറൗണ്ടിങ്ങിലും വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്